സെമി ടെസർ എന്നാണ് നമ്മൾ വിളിക്കുന്നതിനെ. ആക്ച്വലി ടെസറിന്റെ തന്നെ വീവിംഗ് പാറ്റേൺ ഉണ്ടല്ലോ, ടെസറിന്റെ തന്നെ വീവിംഗ് പാറ്റേൺ. പക്ഷെ കട്ട് വർക്ക് ഞാൻ ശരിക്കും കണ്ടു കഴിയുമ്പോഴത്തേക്ക് ടസറിൽ തന്നെ വന്നേക്കുന്ന അതേ ഫിനിഷിങ് അത്രയും ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്തവണത്തെ കാരിഗേഴ്സ് കേട്ടോ. ഇന്ന് കസ്റ്റമേഴ്സിന് കൊണ്ടുവന്നിരിക്കുന്നത് ഫങ്ഷൻ ഓറിയന്റഡ് ആയിട്ട് വെയർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും തിരിച്ചറിയില്ല അല്ലേ. അത്രയ്ക്ക് ഫൈൻ ക്വാളിറ്റിയിൽ ഫിനിഷ് ചെയ്തേക്കുന്ന സെമി ടെസർ ഫാബ്രിക്കിനകത്ത് ഹണികോം പാറ്റേണിൽ കട്ട് വർക്ക് ഡിസൈൻസ് ചെയ്തേക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും ഓപ്പൺ ചെയ്ത് കാണാം. ഇത്രയും 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്. അതുപോലെ തന്നെ നമുക്കിത് പ്രീ ഓർഡർ കാറ്റഗറിയിൽ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത് SBP 122 ആൻഡ് പ്രൈസ് വന്നേക്കുന്നത് ഭയങ്കര റീസണബിൾ ആയിട്ടൊക്കെ നമ്മളിപ്പോൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് തോന്നത്തില്ല റീസണബിൾ പ്രൈസിങ് ആണെന്ന്. അതേപോലെ തന്നെ വന്നേക്കുന്നത് 3899 കട്ട് വർക്ക് സാരീസ്. നല്ല ഭംഗിയായിട്ടാണ് വന്നേക്കുന്നത്, നല്ല ഭംഗിയുള്ള കട്ട് വർക്ക് സാരീസ് ആണ്. ഇതിന് ആദ്യം നമുക്ക് ഇതിൻ്റെ കളേഴ്സ് ഒന്ന് കാണാം. ഫസ്റ്റ് വന്നേക്കുന്ന ഒരു മോവ് ടോൺ എന്ന് പറയാം അല്ലേ, ഒരു മെറൂൺ ചേർന്ന ഒരു മോവ് ടോൺ. ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷനാണ്. ദെൻ വന്നേക്കുന്നത് നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ദെൻ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ബ്രൗൺ ഷെയ്ഡ്. ചെറിയൊരു മെഹന്തി ബോഡിയിൽ വരും കേട്ടോ. ഓപ്പൺ ചെയ്തിട്ട് കാണാം. ഇതാണ് എൻ്റെ ഒരു ലാവൻഡർ ലൈലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓരോ സാരീസിൻ്റെയും ഓപ്പൺ ചെയ്ത് എല്ലാം ഒരേപോലത്തെ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ക്രോസറിലൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ആൻഡ് ലൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡിങ്, ഒരു ആപ്ലിക്ക് പോലെ ഫ്ലവർ വന്നിട്ടുണ്ട്. ബേസ് ഫാബ്രിക് വരുന്ന രീതിയിലും കൂടിയാണ് ചെയ്തേക്കുന്നത്. ഡയറക്ഷൻ മാറുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ലൈറ്റ് ഈ ഫാബ്രിക്കിനകത്തും ആ ഒരു ഷെയ്ഡിങ് നമുക്ക് കാണാം. അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അന്ന് അതിനൊരു ഹൈലൈറ്റ് കൊടുത്തേക്കുന്നത് കോപ്പർ ജെറി കൊടുത്തിട്ടാണ്. സാധാരണ നമ്മൾ ഗോൾഡൻ ജെറിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് കോപ്പർ ജെറിയിൽ. അപ്പോൾ ഗൗരി ഇതിനെ ഒന്ന് ഡ്രേപ്പ് ചെയ്ത് കാണിച്ചു കേട്ടോ. SBP 122 പ്രീ ഓർഡർ കാറ്റഗറിയിലാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഫങ്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കസിൻസിന് എല്ലാവർക്കും കൂടെ ഒരേപോലെ, അപ്പോൾ നമുക്ക് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇതെല്ലാം കൂടെ ബഡ്ജറ്റിൽ നിൽക്കത്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടും സ്റ്റൈലിഷ് ആയിട്ടും ലൈറ്റ് വെയിറ്റ് ആയിട്ടും ഒക്കെ വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, മിസ് ചെയ്യരുത്. കാരണം അത്രയ്ക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ. ഇപ്പം ലൈലാക്ക് ഒരു അല്ലേ ഡാർക്ക് ടോൺ വരുന്നുണ്ട്, പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ്. നമുക്കൊരു ടെസറിനകത്ത് വരാറുള്ള ഇച്ചിരി കൂടി അടുത്ത് നിന്നത്. ഇത് നമ്മൾ ഡിഫറെന്റ് ആംഗിളിൽ നിന്നെടുക്കുന്ന കാരണം ഭയങ്കര ചൂടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്റീരിയറിലോട്ട് അല്ലേ കാണിക്കുന്നത്. ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ഫുൾ സാരിയിൽ ഇതുപോലെ ആയിട്ടാണ് എൻ്റെ വർക്ക് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. കട്ട് വർക്ക് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഉണ്ടോ, ബോർഡർ ഫുള്ളായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. ബോർഡേഴ്സ് ഒന്ന് ക്ലോസറിൽ കാണിച്ചു തരാം. ഉണ്ടോ, ഇതാണ് എൻ്റെ ഫുൾ ബോർഡേഴ്സ്. ഓൾമോസ്റ്റ് ഒരു 4 ഇഞ്ച് വരുന്നുണ്ട് അല്ലേ. 4 ഇഞ്ച് അപ്പറിലും ലോവറിലും ഒരേപോലെ എൻ്റെ ലോവർ പ്ലേസിന്റെ ഏരിയയും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേ കേട്ടോ ഇതിനെ. ഞാനിപ്പോ കേരളം അപ്പം ഈ ഒരു സാരി നമ്മൾ കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പലരും ചോദിക്കാറുണ്ട്. ട്വൈൻ കട്ട് വർക്കിന്റെ സാരീസ് ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി ഒന്ന് ട്വൈൻ അല്ല കട്ട് വർക്ക് സാരീസ് ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഇതിന്റെ ബ്ലൗസിന് വർക്ക് വന്നിട്ടുണ്ടോ ഗൗരി? ഇതിനകത്ത് ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് സെയിം റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്നത്. ആ ഒരു നമുക്കിതൊരു ഗീച്ചേട്ടാസിന്റെ ഒരു ഫീല് വീവിംഗ് പാറ്റേണിനകത്ത് വന്നേക്കുന്ന ആ ഒരു ഇതാണ് എൻ്റെ സെക്കൻഡ് സാരി വന്നേക്കുന്നത്. അതുപോലെ ഈ സാരിയിൽ ബോഡിയിലും ബൂട്ടാസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ബോഡിയിൽ ബൂട്ടാസ്. ഈ ഒരു എംബ്രോയിഡറിക്ക് യൂസ് ചെയ്തേക്കുന്ന സെയിം ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് പോയിന്റ് എംബ്രോയിഡറിയുടെ 5 ബൂട്ടീസ് 5 പെറ്റൽ എന്ന് പറയുന്നത് 5 പോയിന്റ്സ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ സെക്കൻഡ് കളർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് കളർ ഞാൻ എന്താണെങ്കിലും ഞാൻ തന്നെ കൊടുക്കാം. ഗൗരിയുടെ സാരി കാണിച്ചു, അപ്പോഴത്തേക്കും ഞാൻ ഇതിന്റെ പ്ലീറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവേ. ഷോർട്ട് ആയിട്ടുള്ള ഒരു പല്ലു ആണെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു രസമായിട്ട് അതിന്റെ ക്വാളിറ്റി ഈസ് ഓൾസോ വെരി നൈസ്. നമ്മൾ ഫൈൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്കത് അങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ടൂ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഫീല് വരത്തില്ല കേട്ടോ. നമ്മൾ പിടിക്കുമ്പോഴും ഒക്കെ നമുക്ക് അത്യാവശ്യം സ്റ്റേർഡ് കട്ട് വർക്ക്സിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സ്റ്റേർഡി ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 2 ലൈൻസ് ഓഫ് ഫ്ലവേഴ്സ്, ചെറിയ ഒരു ഡയറക്ഷനൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ ചെറുതായിട്ട് അത് ഷൈൻ പോലെയൊക്കെ നമുക്ക് അതിനകത്ത് വ്യത്യാസം വരികയും ചെയ്യും. ലൈറ്റ് വെയിറ്റ് സാരീസാണ്, ഭയങ്കര എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് കളർ വൈസ് നോക്കുമ്പോഴും നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും
എളുപ്പമായിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. ബ്ലൗസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 5 പോയിന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ബ്ലൗസിൽ വർക്ക് ആഡ് ചെയ്യണമെന്നെങ്കിലും ഇതേ നമുക്ക് ഒരു ഫ്ലോറിന്റെയോ പോയിന്റ് എംബ്രോയിഡറിയോ ഡീറ്റെയിൽ ആയിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോ കണ്ടോ, ഇതിപ്പം ബോട്ടിൽ ഗ്രീൻ കളറാണ്. ഞാനും അപ്പം ആ ഒരു ഗൗരി വെച്ച് കാണിക്കുമ്പോൾ നമുക്ക് രണ്ട് ഫിസിക്കുള്ളവർക്ക് എങ്ങനെയിരിക്കും എന്നുള്ളത് കാണാനും കസ്റ്റമേഴ്സിന് ഇഷ്ടമാണെന്നുള്ളത്. ഇതും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം പ്ലീറ്റ്സിന്റെ പോർഷൻ കണ്ടു, ഞാനിപ്പോൾ ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് പ്ലീറ്റ്സിന്റെ പോർഷൻ എടുത്തേക്കുന്നത്. അപ്പം അത് ഫുള്ളായിട്ട് നല്ലപോലെ വിടർന്ന് നിൽക്കുന്ന, എന്നാൽ ജസ്റ്റ് പ്ലീറ്റ് പിടിച്ചാലും ഇപ്പോൾ കണ്ടു നല്ല ഭംഗിയായിട്ട് ആ ഒരു ഇത് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇതിന്റെ സാരി ഫോൾ വെക്കുന്ന സമയത്ത് നെറ്റിന്റെ സാരി ഫോൾ അല്ലെങ്കിൽ ഓർഗൻസയുടെ സാരി ഫോൾ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പെറന്റ് ലുക്ക് നമുക്ക് ചിലപ്പോൾ അതെ, അതിന്റെ നമുക്ക് ഈ ഒരു ടോൺസിൽ സാരി ഫോൾ കിട്ടാനൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് കളറായിട്ട് മാച്ച് ചെയ്തൊന്നും കിട്ടത്തില്ല. അപ്പൊ പിന്നെ നെറ്റാണെങ്കിൽ വളരെ നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ചെരുപ്പിലൊക്കെ കൊണ്ടുകൊടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതാണ് എന്റെ ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സാരി കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല റിച്ച് ഫീലാണ്. ആ ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലിലൊക്കെ നമ്മൾ നന്നായിട്ട് ഭംഗിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുകയും ചെയ്യും. ഇതുപോലത്തെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഭംഗിയാണ്. അടിക്ക് കുത്തുന്ന ലുക്കുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. കാരണം ഈ സാരീസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒഫീഷ്യലി ഒരു ഫംഗ്ഷനും ഉണ്ട്, അന്ന് ഒരു ഇച്ചിരി കൂടെ റിച്ച് ആയിട്ട് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. വർക്ക് വെയർ ആയിട്ടും എന്നാൽ പാർട്ടി ഓറിയന്റഡ് ആയിട്ടും വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ഇതിന്റെ പ്ലീറ്റും കൂടെ എടുത്തിട്ടുണ്ട്. പ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കാഷ്വൽ പ്ലീറ്റ്സ് ആയിട്ടായിരുന്നു. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വിത്തൊക്കെ പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ്. പ്ലീറ്റ്സ് ആണെങ്കിലും നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ, എന്നിട്ട് പോലും ഇപ്പൊ നമ്മൾ വലിച്ചു കുത്തുന്ന സമയത്ത് നല്ല ഒതുങ്ങിയിരിക്കുന്ന ബാക്കിയാവത്തില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സാരി SBP 122, പ്രൈസ് 3899. അപ്പോൾ ഈ യൂണിക് സാരീസ് റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രീ ഓർഡർ കാറ്റഗറിയിൽ നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക ആൻഡ് ഫീഡ്ബാക്ക് ആയിരിക്കും. ഇന്ന് ഭയങ്കര ഒരു എലഗൻറ്റ് സാരിയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ടിഷ്യൂ ആണ്, ഫുള്ളായിട്ട് ലൈറ്റ് ഗോൾഡ് ടിഷ്യൂ വീവിങ് പാറ്റേണും അതിൻ്റെ കൂടെ തന്നെ യെല്ലോ ഗോൾഡ് അല്ല കേട്ടോ. അതാണ് ഇതിനകത്ത് ആ ഒരു സാരിയുടെ ഒരു എലഗൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈറ്റ് ടോണിൽ വരുന്ന സാരിക്ക് നമ്മളെ ബനാറസിയിലൊക്കെ വരുന്ന ഒരു ലൈറ്റ് ഗോൾഡ് അല്ലേ, അതുപോലത്തെ ഉള്ള ഒരു ടോണിലാണ് എൻ്റെ ഒരു ഫുൾ വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബേജ് ടോണിലുള്ള വളരെ ലൈറ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ആൻഡ് അതിൻ്റെ ഫുള്ളായിട്ട് എംബ്രോയിഡറി പാറ്റേണും ഒരു ജോമെട്രിക് അല്ലെങ്കിൽ ഒരു വേവി ലൈൻസിൻ്റെ തന്നെ ഒരു കോമ്പിനേഷൻ ആയിട്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് റൈസ് സ്റ്റിച്ച് പോലെയാണ് അതിൻ്റെ ഒരു ഫുൾ എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നത്. ബോഡി ഫുള്ള് വരുന്നുണ്ട്. ആൻഡ് താഴോട്ട് മുട്ടിന് താഴോട്ടാണെങ്കിലും നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് നമ്മുടെ മുട്ടിൻ്റെ താഴോട്ടുള്ള ഏരിയ എടുത്താണ് ആ ഒരു ഫുൾ എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നത്. ആൻഡ് ബനാറസി ബോർഡറും ആണ് കേട്ടോ. നല്ല രസമായിട്ട് ഇൻട്രിക്കേറ്റ് വീവിങ് പാറ്റേണിൽ വന്നിട്ടുള്ള ബനാറസി ബോർഡർ. അപ്പോൾ ഇത് പവലൂമിൽ ചെയ്തേക്കുന്ന സാരിയാണ്. ആൻഡ് വി ഹാവ് ഗോട്ട് ഇറ്റ് ഫോർ യു അറ്റ് ദി പ്രൈസ് റേഞ്ച് 2799. വളരെ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നമുക്കൊരു കല്യാണം പോലെയുള്ള ഫംഗ്ഷൻസിനും ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ടിഷ്യൂ സാരീസ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനത്തെ നമുക്ക് ഇതേപോലെയുള്ള ഒരു ബ്ലൗസിൻ്റെ കൂടെ പെയർ ചെയ്യണമെങ്കിലും പെയർ ചെയ്യാം. ഇറ്റ് ക്യാൻ ബി റോയൽ ബ്ലൂ, നേവി ബ്ലൂ, ബോട്ടിൽ ഗ്രീൻസ് അങ്ങനെയുള്ള കോമ്പിനേഷൻസിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിക്ക് വെക്കാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഏതെങ്കിലും ഒരു ഡിസൈനർ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പല്ലു വന്നിരിക്കുന്നതും ഫുള്ളി ടിഷ്യൂ വീവിങ്ങിൽ തന്നെ കുറച്ചും കൂടി വെഫ്റ്റും വാപ്പും അപ്പോൾ ഇതിനകത്ത് ടിഷ്യൂ വരും. ആൻഡ് അതിൻ്റെ അകത്ത് ഒരു സ്ട്രൈപ്പ് ലുക്കും കൊടുത്തിട്ടുണ്ട്. ഇതേ ലുക്കിൽ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസും നമ്മൾ ചെയ്തേക്കുന്നത്. ഈ സെയിം സ്ട്രൈപ്പ് ലുക്കിൽ വന്നിട്ടുള്ള ബ്ലൗസാണ്. പല്ലു നോട്ടിങ് ചെയ്തേക്കുന്നത് സെൽഫ് ത്രെഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് മൾട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ നോട്ടിങ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഫിനിഷ് ചെയ്തേക്കുന്നത്. നല്ല രസമുള്ളൊരു സാരിയാണ് കേട്ടോ. 2799 നല്ലൊരു ബൈയുമാണ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഇതിങ്ങനെ ഒതുക്കി കൊടുക്കുന്ന ടൈപ്പ് അല്ല, ഇതൊരു ടിഷ്യൂ ഓർഗൻസ ഫീലിൽ വന്നിരിക്കുന്നതാണ്. സോഫ്റ്റ് ഫീലിലാണ്. ലൈറ്റ് വെയിറ്റ് സാരിയാണ് കേട്ടോ, തീരെ വെയിറ്റ് ഇല്ല. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വിടർന്ന് കിടക്കുന്ന പ്ലീറ്റ്സ് ആണ്. നമുക്കിങ്ങനെ ഒതുക്കി ഒട്ടി കൊടുക്കുന്നത്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രീ പ്ലീറ്റ് ലാസ്റ്റ് നൈറ്റ്. അങ്ങനെ നമുക്ക് ഒരു ഒക്കേഷൻ വെയറിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് മേ ബി ഒന്ന് പ്ലീറ്റ് ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും കേട്ടോ. പക്ഷേ സ്റ്റിഫർ ആയിട്ടുള്ള ഫീലിൽ കൊടുക്കാൻ പറ്റുന്നതാണ്.
കുഴഞ്ഞു കിടക്കുന്നതല്ല, പക്ഷെ ലൈറ്റ് വെയിറ്റും ആണ്. ഭയങ്കര സുഖമായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഗ്രാൻഡ് ലുക്കിൽ വന്നിരിക്കുന്ന സാരി. അത് എനിക്ക് ആ ഒരു കോമ്പിനേഷനും നല്ല ഭംഗിയാണ്. ആ ഒരു ഗോൾഡൻ ടോണിൻ്റെ കൂടെ ഏതൊരു ട്രഡീഷണൽ കളർ ആണെങ്കിലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഇല്ല നമുക്ക് ലൈറ്റർ ഫീൽഡിൽ പോകാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്കൊരു പേസ്റ്റൽ കളേഴ്സും ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇതേപോലെയുള്ള കളർ കോമ്പിനേഷനും നമുക്കൊന്ന് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൗസിനായിട്ട് കോമ്പിനേഷൻസ്, അപ്പോൾ ഇതിൻ്റെ ഇതേപോലത്തെ ബ്ലൗസ് എസ്തെറ്റിക്സ് ആണ്. മൊത്തത്തിൽ അതിൻ്റെ ഒരു ലുക്ക് മാറും. നമുക്ക് ആക്സറൈസ് ചെയ്യുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആക്കാൻ പറ്റും. എവറിഡേ ജ്വല്ലറിയുടെ പോലത്തെ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ആക്സറൈസിൻ്റെ കൂടെ അതും ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്റ്റോൺ ജ്വല്ലറി, ബീഡഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് അങ്ങനെയൊക്കെ. പക്ഷെ അത് ടിൻറ്റ് ഓഫ് ഗോൾഡ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ BLD 144 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലിമിറ്റഡ് സ്റ്റോക്ക് നമ്മളിപ്പോൾ റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ലിമിറ്റഡ് സ്റ്റോക്ക് ഗ്രാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേസ് യുവർ ഓർഡർ റൈറ്റ് അവേ, ഓർ നമുക്ക് പ്രീ ഓർഡർ കാറ്റഗറിയിലും ഇതിനകത്ത് നമ്മൾ തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. ബനാറസി സാരീസ് നമ്മുടെ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ സാരി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു സാരിയുടെ പാറ്റേൺ ആണ് ബനാറസി സാരീസ്. ബനാറസി സാരീസ് പല റേഞ്ചിൽ വരാറുണ്ട്. അപ്പം പ്യുവർ ബനാറസി സാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്താൻ വീവിങ് പാറ്റേണിലൊക്കെ വന്നേക്കുന്ന നല്ല ഭംഗിയായിട്ട് ലൈറ്റ് ഗോൾഡൻ ജെറിയിലും ആൻറ്റിക് ജെറിയിലും ഇപ്പോൾ ബനാറസി സാരീസ് വരാറുണ്ട്. ഇന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ, അതായത് നമുക്കിപ്പോൾ എല്ലാവരും അറിയാം, നമുക്കെല്ലാം ഒരു സാരി ഉടുത്ത് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ ആ സാരി ഉടുക്കാൻ ഒരു ചെറിയ മനസ്സിൽ ഒരിതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യാറുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള സാരീസാണ്. BLD 142 എന്ന കോഡിൽ 3199 റേഞ്ചിൽ ബനാറസി സാരീസ് വിത്ത് മിഷൻ എംബ്രോയിഡറി വർക്കോട് കൂടി ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കുകയാണ്. പ്രീ ഓർഡർ കാറ്റഗറിയിലാണ് ഈ കളക്ഷൻസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ ഷെയ്ഡ്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രീൻ, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പിസ്ത ഗ്രീൻ കളറ്, പിന്നെ വന്നിരിക്കുന്നത് നല്ലൊരു സിമെൻറ്റ് ഗ്രേ വിത്ത് ഒരു ചെറിയ ടിൻറ്റ് ഓഫ് ബ്ലൂ, പിന്നെ നല്ല ഭംഗിയുള്ള ടെസറിനകത്തൊക്കെ കാണുന്ന ആ ഒരു പിങ്ക് ടോൺ, പിന്നെ വന്നിരിക്കുന്ന ഒരു ലൈലാക്ക് ടോൺ, ഓൾ ടൈം ഫേവറേറ്റ് ക്രീം കളർ, ആൻഡ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു മെറ്റാലിക് ഗ്രീൻ ടോണാണ്. അപ്പം ഫസ്റ്റ് സാരി നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് തന്നെ കാണിക്കുന്നതിൻ്റെ കാര്യം തന്നെ അത് ഉടുത്ത് കഴിയുമ്പം എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോൾക്ക വീവിങ് പാറ്റേൺ ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം നീറ്റായിട്ട് പ്ലീറ്റ് കിട്ടുന്ന ലുക്കിലാണ് സാരി വന്നിരിക്കുന്നത്. നമ്മൾ സാരീസ് പൊതുവേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലോട്ട് പോകുമ്പം അതിൻ്റെ കണ്ടൻറ്റ് കാരണം സാരി കുറവേ ഇച്ചിരി വരാറുണ്ട്, വരാറുണ്ട്. ഇതിനകത്ത് നമുക്ക് അത് ഉണ്ടെങ്കിലും അത് ആ വർക്കും കൂടെ വന്നേക്കുന്ന കാരണം ആ ഒരു വെയിറ്റ് ഫീലിൽ നമുക്ക് അതിനെ ഇച്ചിരിയും കൂടെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സാരി വന്നേക്കുന്നത് നമ്മുടെ മെറ്റാലിക് ഗ്രീൻ ഷെയ്ഡ്, അതൊരു റെയർ കണ്ടന്റ് ആണ് കേട്ടോ. ഇനി എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നതും അതേപോലെ തന്നെ രണ്ട് ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ബ്ലൗസും പല്ലും ഓൾമോസ്റ്റ് സെയിം വീവിങ് പാറ്റേണോട് കൂടി വന്നേക്കുന്നത്. ബ്ലൗസ് പീസ് നമുക്കൊന്ന് ക്ലോസറിൽ കാണാം. ഇതുണ്ട്, ബ്ലൗസ് പീസിൽ നമ്മൾ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടില്ല. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് വേണമെങ്കിൽ ബ്ലൗസ് ഫിനിഷ് ചെയ്യാം. ആ ബോർഡർ ഇല്ലാതെ ഫുൾ ബ്രൊക്കേഡ് വന്നിട്ട് എൻ പോർഷനിൽ ആ ബേസ് കളർ വരുന്ന പോലെ, അല്ല എൻ പോർഷനിൽ ഒരു ഇത്തിരി ബോർഡർ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അല്ല ഇത് ഫുള്ളായിട്ട് വേണം, ഇവിടെ എന്തെങ്കിലും ഒരു അതിൽ നിന്ന് തന്നെയുള്ളൊരു മോട്ടീഫ് എംബ്രോയിഡറി ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കൊണ്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ പാലറ്റ് ഈ ഒരു ബ്രൊക്കേഡിനെ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഹൈനെക്ക് പാറ്റേൺ, ലോ നെക്ക് പാറ്റേൺസിൽ ഇഷ്ടമുള്ള പാറ്റേൺസിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാം. നെക്സ്റ്റ് സാരി വന്നേക്കുന്നത് ക്രീം ഷെയ്ഡാണ്. ക്രീം ഷെയ്ഡിലും ഇതേ ലുക്ക് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. ക്രീം ഷെയ്ഡിൽ ഒരു ഈ സാരി ഒന്ന് ഡ്രൈപ്പ് ചെയ്ത് കാണിച്ചു, അപ്പോഴത്തേക്കും ഞാൻ അതിനെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. കേട്ടോ, അപ്പോൾ ആ ക്രീം സാരിയാണ് ഗൗരി ഡ്രൈപ്പ് ചെയ്തോട്ടെ. ഞാനിപ്പോൾ ഈ ആദ്യം ലൈലാക്ക് സാരി പറഞ്ഞു കൊടുക്കാം, അന്നേരം നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളേഴ്സൊക്കെ ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ. കണ്ടോ, ഇപ്പം ഈ വേറൊരു കാര്യം എൻ്റെ കൂടെ ഞാൻ പറയാം, ഇതിൻ്റെ കൂടെ എന്ത് ജ്വല്ലറി പെയർ ചെയ്യുമെന്ന് എല്ലാവർക്കും കൺസേൺസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലർ എപ്പോഴും ഗോൾഡൻ ജ്വല്ലറി മാത്രം വെയർ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഒരു പേളിൻ്റെ ലോക്കറ്റോ അങ്ങനെയൊക്കെ ഇട്ട് വെയർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ പേൾ മാലകൾ തന്നെ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കോമ്പിനേഷൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാവുന്നതാണ്. ബഞ്ചസ് ഓഫ് പേൾ മാല അങ്ങനെയൊക്കെ ഉള്ളത് വെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഫാബ്രിക് ബ്ലെൻഡഡ് ഫാബ്രിക് ആയത് കാരണം തന്നെ നമുക്ക് ചൂട് വരാൻ, അതായത് ബ്രൊക്കേഡ് ഫാബ്രിക് ആയത് കാരണം ജെറീസ് കൂടുതലുള്ള കാരണം ചൂട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും കോട്ടൺ ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക.
യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ഇച്ചിരിയും കൂടെ ഒരു പാറ്റേണിങ് ചെയ്ത് ചെയ്യാം. അല്ല സീനിയേഴ്സാണ്, ഞാൻ ഒത്തിരി പാറ്റേൺസ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ബ്ലൗസ് ചെയ്താലും ഈവൻ 2 സാരി ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ ചെയ്താലും നല്ല കോമ്പിനേഷനകത്ത് വരുന്ന സാരീസാണ്. അപ്പോൾ ദേ ഓഫ് വൈറ്റ് റെഡി ആയിട്ട് അവിടെ ഉണ്ട്. ഗൗരിയുടെ കയ്യിൽ ഓഫ് വൈറ്റ്. ഈ സാരീസിനെല്ലാം തന്നെ പ്യുവറിൻ്റെ അതേ ഒരു ഫീല് അല്ലേ, ആ ഓഫ് വൈറ്റ്. ഇപ്പം നമ്മൾ ഭയങ്കര ഒരു റിച്ച്നെസ് തോന്നുന്നുണ്ട്. ആ ഒരു ലൈറ്റ് ആൻറ്റിക് ടച്ചാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ആൻറ്റിക് ടച്ച് തന്നെ നമുക്ക് ആ ഒരു ഹെവിനെസ്സും കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ആ ഒരു റിച്ച്നെസ്സും. അതിൻ്റെ ക്ലോസറിൽ അതിൻ്റെ വർക്ക് ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. വർക്ക് ഡീറ്റെയിൽസിനകത്ത് വന്നിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പാറ്റേൺ ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള പാറ്റേൺ ആണെങ്കിൽ പോലും ആ ഒരു ഹെവിനെസ്സും റിച്ച്നെസ്സും ഒരേപോലെ. ഓഫ് വൈറ്റിൻ്റെ കൂടെ നമുക്കറിയാം ഏതൊരു കളറും ഭയങ്കരമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്നതാണ്. നെക്സ്റ്റ് സാരി പിടിച്ചോ ഗൗരി. ഇതാണ് എൻ്റെ സാരിയുടെ ഇത് വരുന്നത്. 1 ലെയർ ഇട്ട് പിടിച്ചിരുന്നതാണ്. പ്ലീറ്റ് ചെയ്യണമെന്നില്ല. പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്തി ആയി പോകും വീഡിയോ. ഉണ്ടോ സാരി കറക്റ്റായിട്ടല്ലേ? അപ്പർ പോർഷനിൽ ചെറിയ ബോർഡറാണ് കേട്ടോ. ഇതിപ്പം സാരി കണ്ടോ, ഇത് അപ്പർ പോർഷനിൽ വന്നേക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ജോമെട്രിക്കൽ പാറ്റേണിൽ വന്നേക്കുന്ന ചെറിയ ബോർഡറാണ്. അതിനകത്ത് ആ ഒരു ലോട്ടസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ബനാറസി വീവിങ് ഡിസൈൻ വന്നിട്ടുണ്ട്. ലോവറിൽ വന്നേക്കുന്നത് ആ ഒരു ബോർഡറും ഈ ഒരു ബോർഡറിൻ്റെയും ഇടയ്ക്കത്തെ ഗ്യാപ്പിലാണ് നമ്മൾ ആ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഇതിനും അതേപോലെ തന്നെ ആ റിച്ച്നെസ് ഉണ്ട്. ആ വീവിങ് പാറ്റേൺ ഇവിടെ നോക്കിയേ, ലൈലാക്ക് കളറിനാണ്. അതിനകത്ത് ആ വീവിങ് പാറ്റേണിനകത്ത് കണ്ടോ, ടെസറിനകത്തും പ്യുവറിനകത്തൊക്കെ വരുന്ന പോലത്തെ ആ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ്സിൻ്റെ ടെക്സ്ചേർഡ് ഫീൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റോ യാൺസിൻ്റെ ഇത് ടച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഗൗരി. ഇത് കണ്ടോ, ഇത് തൊട്ട് നോക്കുമ്പം ചെയ്തേക്കുന്നത് സ്ലബ്സ്, അതിനകത്ത് നീറ്റായിട്ട് സ്ലബ്സ് നമുക്ക് കാണുകയും ചെയ്യാം. ഇതാണ് പക്ഷേ ആ ബനാറസിൻ്റെ പൊതുവേ കാണുന്ന സാരീസിൻ്റെ ആ ഫ്ലാഷി ലുക്കും അത്രയും വരുന്നില്ല. ഞാൻ എൻ്റെ നെക്സ്റ്റ് കളറും ഇതേ പാറ്റേൺ. പല്ലുവിൻ്റെ പോർഷൻ ഒന്ന് ക്ലോസറിൽ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും നേരം എൻ്റെ ഗൗരി. നെക്സ്റ്റ് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക്. ഇതൊക്കെ ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് 1 ലെയർ ഇട്ടും അടുക്കി കുത്തി മുടുക്കാനായിട്ട് നല്ലൊരു ഓപ്ഷൻസിലുള്ള സാരീസാണ്. ഞാനിപ്പോൾ ഗ്രേ എന്താണേലും എടുക്കാം. ഗ്രേ എടുത്തിട്ട് ഞാൻ 1 ലെയർ ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ ഇത് ക്ലോസറിൽ നോക്കിക്കോ ആ സാരി. അപ്പർ ടു ലോവർ, അപ്പർ ചെസ്റ്റ് പോർഷനിലെ ബോർഡേഴ്സും ഒക്കെ ഒന്ന് ക്ലോസറിൽ കാണിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ആൻഡ് എല്ലാത്തിൻ്റെയും എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് സെയിം പാലറ്റിലാണ് കേട്ടോ. അപ്പം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് സെയിം പാലറ്റ് ആയത് കാരണം തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഈ എല്ലാ ജ്വല്ലറീസും, എല്ലാ ടൈപ്പ് ഓഫ് ജ്വല്ലറീസും അതിൻ്റെ കൂടെ. ഇതിന് ഞാൻ പ്ലീറ്റ് ചെയ്യാൻ ഗൗരി ഗ്രീൻ കളർ ഡ്രൈപ്പ് ചെയ്തു. ഇതാണ് എൻ്റെ ഫുൾ സാരി വരുന്നത്. ഇത് ബോർഡർ ഡീറ്റെയിലിംഗ്. എഡ്ജ് ബോർഡർ വരുന്നിടത്ത് ഒരു ചെറിയ ലൈറ്റർ ടോൺ ഉണ്ട് കേട്ടോ. വെൻ കമ്പയർ ടു സാരിയുടെ ബോഡി കളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എല്ലാ സാരീസിലും എഡ്ജ് വരുന്ന പോർഷനിൽ ഒരു ലൈറ്റർ ടോൺ വേരിയേഷൻ ഉണ്ട്. അത് എഡ്ജിനകത്ത് ആ ജെറിയും വൈറ്റ് യാൻസും കൂടെ കയറി വന്നേക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫുള്ള് ഉണ്ടോ. സ്ലബ്സ് നമുക്ക് ഇതിനകത്ത് ഫുള്ളായിട്ട് കാണാം. ആൻഡ് ത്രൂ ഔട്ട് ദ സാരീസിൽ പോൾക്ക വീവിങ് പാറ്റേൺ ആണ് വന്നേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ് പൂട്ടാസ് വന്നേക്കുന്ന പോലെ. ഇതാണ് എൻ്റെ ലോവറിൽ എംബ്രോയിഡറി. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് മറ്റേ പവർലൂം യാൺസ് ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത്. എംബ്രോയിഡറി ഡീറ്റെയിലിംഗും കാണാം. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക്. ഇനി നമുക്ക് പ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഷോർട്ടർ പ്ലീറ്റ് വേണ്ടവർക്ക് ഷോർട്ടർ പ്ലീറ്റ് ആയിട്ട് വർക്ക് ഉള്ളിൽ പോകും. ഇങ്ങനെ ഷോർട്ടർ പ്ലീറ്റ് എടുത്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അല്ല ഇച്ചിരി കൂടെ വീതിയുള്ള പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും പ്ലീറ്റ് ചെയ്തെടുക്കാം. ഇത് ഗ്രീൻ കളർ കണ്ടോ ഗൗരി ഡ്രൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ കളർ ഈ ഒരു ഗ്രീൻ ടോണും ആ ഒരു പാലറ്റിന്റെ അകത്ത് ഏറ്റവും പ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന 2 ഷെയ്ഡ്സ് ഈ ഒരു 2 ലുക്കാണ്. ഞാനിത് പ്ലീറ്റ് ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെയും പ്ലീറ്റ് ചെയ്തെടുത്തിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ പ്ലീറ്റ് ചെയ്തും കൂടെ വെച്ച് കാണിച്ചു തരാം. കറക്റ്റായിട്ട് നമുക്ക് പ്ലീറ്റ്, ലോവർ പ്ലീറ്റ്സ് നമ്മൾ ഓൾറെഡി ഗൗരി ആദ്യത്തെ 2-3 സാരീസിൽ എടുത്ത് കാണിച്ചല്ലോ. അപ്പോൾ ഞാൻ അപ്പർ പ്ലീറ്റും കൂടെ ഒന്ന് പെട്ടെന്ന് എടുത്ത് അതിൻ്റെ പ്ലീറ്റ് വരുന്ന ആ ഒരു ഫീലും കൂടെ കറക്റ്റായിട്ടൊന്ന് കാണിച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. പ്ലീറ്റ്സും നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് പ്ലീറ്റ് വീഴുന്ന, എന്നാൽ പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ പിടിച്ചേക്കുന്ന വർക്കകത്ത് പോയിട്ടുണ്ട്. പക്ഷെ പ്ലീറ്റ്സ് പിടിച്ചപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് നീറ്റായിട്ട് നമുക്ക് പ്ലീറ്റ് എടുക്കുമ്പോൾ അറിയാമല്ലോ, ചെറുതായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുന്ന, ഇതിപ്പോൾ ഞാൻ സാരി അപ്പുറത്ത് കിടക്കും. അപ്പോൾ അതാണ് ഇത് കണ്ടോ, നീറ്റായിട്ടല്ലേ പ്ലീറ്റ്.
ഒത്തിരി പറന്ന് നിൽക്കാതെ നീറ്റായിട്ട് നിൽക്കുന്നത്. അപ്പം നല്ലപോലെ വലിച്ചു കുത്തി ഉടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഉടുക്കാം. മൾട്ടിപ്പിൾ പീസസ് ആഗ്രഹം ഉണ്ടെങ്കിലും BLD 142 പ്രൈസ് ടാഗ് 3199. 142 ആൻഡ് 143 ആണ് പ്രൈസ് റേഞ്ച്. 3199 ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് അവർ വെബ്സൈറ്റ് www.aham.store.